Hello everyone, today we are going to talk about the project topic racism. Racism base ചെയ്തിട്ടുള്ള ഷോർട്ട് സ്റ്റോറീസ്, നോവൽസ്, ഫിലിംസ്, ഡ്രാമാസ് ഇതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് തൊട്ട് മുന്നേ വീഡിയോയിൽ നമ്മൾ പ്രൊജക്റ്റിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ എങ്ങനെയാണ് പ്രൊജക്റ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ ടോപ്പിക്സ് ഇപ്പോൾ റേസിസം റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സിനെ പറ്റിയിട്ടും റേസിസം എന്താണെന്നുള്ളതിൻ്റെയൊക്കെ എക്സ്പ്ലനേഷനൊക്കെ നമ്മൾ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും എല്ലാവരും പ്ലേലിസ്റ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊജക്റ്റ് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് കാണും. അതിൽ എല്ലാ പ്രൊജക്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും അതിൽ കാണാൻ പറ്റും. ഇനിയിപ്പോൾ ഈ ഒരു റേസിസം ഈ ഒരു വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും കമൻറ്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ഞാനിത് പിൻ ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇൻസ്റ്റയിലാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലാണെന്നുണ്ടെങ്കിൽ കുറേ പേര് കുറേ തിയറീസ് വെച്ചിട്ട് ഇതിൽ ഈ ടോപ്പിക്ക് പറ്റുമോ, ഇതിൽ ഏതൊക്കെ വർക്ക്സ് ആണുള്ളത് എന്നൊക്കെ കുറേ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് തിയറീസ് അറിയാം. ഇപ്പോൾ റേസിസം ഉണ്ട്, സ്ട്രക്ചറലിസം ഉണ്ട്, ഫെമിനിസം ഉണ്ട്, എക്കോ ക്രിറ്റിസിസം ഉണ്ട്, മാർക്സിസം ഉണ്ട്, അങ്ങനെ നമുക്ക് കുറേ തിയറീസ് അറിയാം. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള വർക്ക്സ് ഏതൊക്കെയാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പോൾ റേസിസം റിലേറ്റ് ചെയ്തിട്ട് ഞാൻ കുറച്ച് ടോപ്പിക്സ് മറ്റേ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതിൽ ഞാൻ എന്താ ചെയ്തിട്ടില്ലെന്ന് വെച്ചാൽ ജോണർ വൈസ് ആയിട്ട് ഇപ്പോൾ ഡ്രാമയിലും ഫിലിംസിലും നോവൽസിലും ഷോർട്ട് സ്റ്റോറിയും എല്ലാത്തിനും കുറേ വർക്ക്സ് ഉണ്ട്. അപ്പോൾ അതിൽ റേസിസം റിലേറ്റ് ചെയ്തിട്ടുള്ള വർക്ക്സ് ഏതൊക്കെയാണ് എന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ഞാനത് മെൻഷൻ ചെയ്തിട്ടുള്ളത്. എനിക്ക് കഴിയുന്ന തരത്തിൽ ഞാൻ മാക്സിമം വർക്ക്സ് കളക്ട് ചെയ്തിട്ട് ഞാനിതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ റേസിസം തിയറി അറിയുന്നവർക്ക് ഒരു വർക്കും അറിയില്ല അത് റിലേറ്റ് ചെയ്തിട്ട്. റേസിസം തിയറി മാത്രമേ അറിയുള്ളൂ, ബാക്കി അത് റിലേറ്റ് ചെയ്യുന്ന ഒരു വർക്ക്സും അറിയാത്തവർക്ക് ഈ ഒരു വീഡിയോ നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതിന് ഞാൻ ഒരു ടോപ്പിക്കിനെ കുറിച്ചോ ഒരു വർക്ക്സിനെ കുറിച്ചോ ഞാൻ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടില്ല. ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ വർക്ക്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ സമ്മറി പോലെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ അത് വെറുതെ ലെങ്ത് കൂടും. അതിനേക്കാൾ നല്ലത് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഈ ഓരോ ടോപ്പിക്സ് വരും. അപ്പോൾ ആ ടോപ്പിക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട ജോണർ, ഇപ്പോൾ ഡ്രാമ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടായിരിക്കും, ഡ്രാമയിൽ പക്ഷേ റേസിസം റിലേറ്റ് ചെയ്തിട്ടുള്ള ഡ്രാമ ഏതാണെന്ന് അറിയാത്തവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അതിൽ ഫെമിലിയർ ആയിട്ടും അൺഫെമിലിയർ ആയിട്ടുള്ള വർക്ക്സ് ഉണ്ടായിരിക്കും. അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വർക്ക് എടുക്കുക, അതിന് സമ്മറി കേൾക്കുക, അതിൻ്റെ മെറ്റീരിയൽസൊക്കെ കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. അത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആണ്, നല്ല രീതിയിൽ അതിൽ പെർഫോം ചെയ്യാൻ പറ്റും ആ ഒരു പ്രൊജക്റ്റിലെന്നുണ്ടെങ്കിൽ എന്തായാലും അത് സെലക്ട് ചെയ്യുക. ഇനിയിപ്പോൾ അത് സെലക്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ബാക്കി ജോണേഴ്സ് ഉണ്ട്, ബാക്കി ടോപ്പിക്സ് ഉണ്ട് ഇതിൽ. അപ്പോൾ അതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് എന്തായാലും നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് കിട്ടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതിൽ ഓരോ ജോണേഴ്സിലും ഇതിൻ്റെയും താഴെ ഞാൻ വർക്ക്സ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇൻട്രസ്റ്റിങ്ങിനനുസരിച്ച് നിങ്ങളത് ചൂസ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷോർട്ട് സ്റ്റോറിയിലും നോവൽസിലും ഡ്രാമാസിലും ഫിലിംസിലും ഒക്കെ ഏതിലൊക്കെയാണ് ഈ ഒരു റേസിസം റിലേറ്റ് ചെയ്തിട്ടുള്ള വർക്ക്സ് ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങളെന്ന് വെച്ചാൽ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളത് പോസ് ചെയ്തിട്ട് നിങ്ങൾ വായിക്കുക. ഏതൊക്കെ ടോപ്പിക്സ് ആണ് വന്നിട്ടുള്ളത്, ഏതൊക്കെ വർക്ക്സ് ആണുള്ളത്, അതിൽ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ളതുണ്ടോ അൺഫെമിലിയർ ആയിട്ടുള്ളതുണ്ടോ, അതിൽ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് അല്ലെങ്കിൽ വർക്ക് കാണാം, ആ വർക്കിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ട് അതിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയി എന്നുണ്ടെങ്കിൽ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുക. അങ്ങനെയാണ് നമ്മളൊരു ടോപ്പിക്ക് അല്ലെങ്കിൽ പ്രൊജക്റ്റിന് ടോപ്പിക്ക് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറേ ഐഡിയാസ് അല്ലെങ്കിൽ ഒരു റേസിസത്തിനെ പറ്റിയിട്ട് തന്നെ കുറേ വർക്ക്സിനെ പറ്റിയിട്ട് നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു പ്രൊജക്റ്റിനെ പറ്റിയിട്ട് പെർഫോം ചെയ്യാനും പറ്റും. അപ്പോൾ കുറേ റൈറ്റേഴ്സിനെ പറ്റി അറിയും, കുറേ വർക്ക്സിനെ പറ്റിയിട്ട് അറിയും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ പ്രൊജക്റ്റിന് കൂടുതൽ എഫക്റ്റീവ് ആവുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വേറെ തിയറി ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഞാൻ എന്തായാലും അപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് അയച്ചു കൊടുക്കുക. കാരണം അവർക്കും ഇതുപോലെ തന്നെ ഇപ്പോൾ തിയറി അറിയുന്നുണ്ടായിരിക്കും, അത് റിലേറ്റ് ചെയ്തിട്ടുള്ള വർക്ക്സ് ഏതൊക്കെയാണെന്നുള്ളതൊന്നും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും ഒരു ഐഡിയ കിട്ടും, അവർക്കും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും.
അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഹെൽപ്ഫുള്ളായി എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എന്തായാലും നല്ല രീതിയിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷ ഉണ്ട് എനിക്ക്. അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ നല്ലതായിക്കോട്ടെ ചീത്ത ആയിക്കോട്ടെ എന്ത് റെസ്പോൺസ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.